ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് പ്ലേസ് ആയേക്കുന്നത്. ദിസ് ഇസ് എ ഡെഡിക്കേഷൻ ടു 80s 90s സൈബർ പങ്ക് അല്ലെങ്കിൽ സൈഫൈ ഫിലിംസ് ഇൻ ദ ഹോളിവുഡ്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൊസിഷൻ ഓഫ് പവറുമാണ് ആൻഡ് ഓൾസോ പൊസിഷൻ ഓഫ് മാനിപ്പുലേഷനുമാണ്. സിനിമയിൽ നമ്മളൊരു സ്ഥലത്ത് ഒരു ബ്ലൈൻഡ് ലീപ്പ് ഓഫ് ഫെയ്ത്ത് എപ്പോഴും എടുത്തേ പറ്റൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് നോബഡി നോസ് യുവർ സിനിമ ആസ് മച്ച് ആസ് യു ഡു. ദിസ് ഈസ് എ ഫിലിം വിച്ച് വാസ് ഓൾറെഡി മെയ്ഡ് ഓൺ പേപ്പർ, മെയ്ഡ് ബിഫോർ ദ ഫിലിം. എന്നിട്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് പോയി. തുടക്കത്തിലൊരു AI യൂസ് ചെയ്തിട്ടുണ്ട് കൊച്ചിയെക്കുറിച്ച് പറയുന്നത്, അല്ലാതെ VFX ഒരു AI യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഐ ഹാവ് ടു ലിവ് വിത്ത് ദിസ് ഫിലിം ഫോർ 6 months ആഫ്റ്റർ ദ ഫിലിം ഇസ് കംപ്ലീറ്റഡ്. രജിഷ് സൂപ്പർ വിത്ത് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ആണ് കോമഡി ചെയ്യുന്നത്. ചില ആൾക്കാരെ ചില രീതിയിൽ മാത്രമാണ് കാണാൻ ഇഷ്ടം, ചില ആൾക്കാരെ വേറൊരു രീതിയിൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സാധനമാണ്. ഡീപ് ഡൈവിൽ ഇന്ന് കൂടെയുള്ളത് ഡയറക്ടർ കൃഷാന്ത് ഏട്ടാ, വെൽക്കം. ഓക്കെ, ഇപ്പോൾ മസ്തിഷ്ക മരണം കുറേ പേരും കണ്ടു. ലൈക്ക് എല്ലാവരും വീണ്ടും വീണ്ടും പറയുന്ന ലൈക്ക് യു ആർ സച്ച് എ ക്രേസി മാൻ. അത്തരത്തിലുള്ള പിന്നെയും ഓരോ എക്സ്പീരിമെൻറ്റ്സ് കൊണ്ടുവന്ന് വേറൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, കൃഷാന്ത് സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു മൾട്ടി ലെയേർഡ് നറേഷൻ ആയിരിക്കും എപ്പോഴും. ഇപ്പം ഈ മസ്തിഷ്ക മരണത്തിലേക്ക് വന്നാൽ തന്നെ ഇതിൽ പറയുന്ന കുറേ ലെയേഴ്സ് ഉണ്ട്. സൈമൺസ് മെമ്മറി ഉണ്ട്, ഇതിൽ ബിമൽ നിരഞ്ജൻ്റെ കഥാപാത്രത്തിൻ്റെ ആ ഒരു ആളൊരു ഡിപ്രഷനും ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ടുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഗെയിംസും അതൊക്കെ ഉണ്ട്. നിയോ കൊച്ചി 2046 കൊച്ചി കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പല ലെയേഴ്സ് കാണിക്കുന്നുണ്ട്. ഈ ലെയേഴ്സ് സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്ന് അത് എങ്ങനെയാണ് ഈ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ കൺവേ ചെയ്ത് തീർക്കണമല്ലോ, അത് കൺവേ ചെയ്യുന്നതിൻ്റെ ഈ മൾട്ടി ലെയേർഡ് പ്രോസസ്സ് എങ്ങനെയാണ്? മൾട്ടി ലെയേർഡ് എന്ന് വെച്ചാൽ ഡെലിബറേറ്റ്ലി മൾട്ടി ലെയേർഡ് ആവുന്നത് കുറച്ച് ടുവേർഡ്സ് ദ ഷൂട്ടാണ്. അല്ലാതെ എഴുതുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എനിക്കത് വരാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കച്ചവട സാധ്യത അനുസരിച്ച് ലെയറുകൾ കട്ട് ചെയ്യുകയാണ് യൂഷ്വലി. കാരണം എനിക്കൊന്ന് എല്ലാ സ്റ്റോറി പീസസിൻ്റെ അല്ലെങ്കിൽ എല്ലാ ഇതിൻ്റെയും സോഷ്യൽ, പൊളിറ്റിക്കൽ, കൾച്ചറൽ, റിലീജിയസ്, ഹ്യൂമൻ, പോസ്റ്റ് മോഡേൺ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും അതിൻ്റെ ആ ഒരു പേജൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചൊക്കെ നോക്കും, സോ ദാറ്റ് നമ്മൾ എന്തെങ്കിലും മിസ്സായോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറേ ഫാക്ടേഴ്സ് കിട്ടും. അങ്ങനെയാണത് മൾട്ടി ലെയർഡായി മാറുന്നത്. അതിൽ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ലെയറെങ്കിലും കിട്ടണമെന്നാണ് ഉദ്ദേശം. അതിൽ ആ ഹ്യൂമറിൻ്റെ ലെയർ കിട്ടിയാൽ തന്നെ കുറേ ദിസ് ഫിലിം ഇസ് സേഫ്. പക്ഷെ നമ്മുടെ റീഡിങ്ങും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡും അങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രിവിലേജ്, സൗഹൃദം ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമ ഒരു ഡിജിറ്റൽ ലോൺലിനെസ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ സിനിമ ഒരു കമോഡിഫിക്കേഷൻ ഓഫ് ദ ഹ്യൂമൻ സെൽഫ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് വേൾഡ് അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നമ്മുടെ ഇത് വേണം. അല്ലാത്തവർക്ക് കലത്തിലുള്ള തവിയിൽ വരുത്തുള്ളൂൽ ചിരിച്ച് കടന്ന് പോകാം. അപ്പോൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ 2046 ഒരു ഫ്യൂച്ചർ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിന് ആൾക്കാർക്ക് അത് കൺവിൻസിങ് ആവണം. ഇതായിരിക്കാം മേ ബി നമ്മളുടെ ഫ്യൂച്ചർ എന്നുള്ളത് കൺവിൻസിങ് ആവണം, റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ആ റിലേറ്റബിൾ എലമെൻറ്റ് എങ്ങനെയായിരുന്നു കൊണ്ടുവന്നത്? ഇപ്പോൾ 2046 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനൊരു ഫാൻറ്റം 2040 ആണോ 2046 ആണോ കൊച്ചിലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഇയർ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ തീരുമാനിച്ചത്. പിന്നെ രണ്ടാമത് ഇതിൻ്റെ അകത്ത് റെട്രോ ഫ്യൂച്ചറിസവും വരുന്നുണ്ട്. അപ്പം 2040 ഐഡിയലി ഇറ്റ് വോണ്ട് ബി ലൈക്ക് ദിസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ RCA കേബിൾസും അല്ലെങ്കിൽ ഇങ്ങനത്തെ എവറിത്തിങ് ഈസ് ഗോയിങ് ഇൻ ടു സ്മോളർ ക്ലീനർ വയേഴ്സൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എഡ്ജസ് എല്ലാം കേർവ്ഡ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്യൂച്ചർ അല്ല. പക്ഷേ ദിസ് ഇസ് എ ഡെഡിക്കേഷൻ ടു 80s 90s സൈബർ പങ്ക് അല്ലെങ്കിൽ സൈഫൈ ഫിലിംസ് ഇൻ ഹോളിവുഡ് അതിൻ്റെ ഒരു ഡെഡിക്കേഷനും കൂടെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പം അതായത് ടച്ച് സ്ക്രീൻ TV ആയിരിക്കും, പക്ഷേ CRT മോണിറ്റർ ആയിരിക്കും എന്നൊക്കെ എൻ്റെ VFX ഹെഡ് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സാധനം ചെയ്തേക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് നോട്ട് എക്സാക്ട്ലി ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. പക്ഷേ ഐ തിങ്ക് സ്പേസ് വൈസ്, അതായത് നമ്മൾ താമസിക്കുന്ന വീടുകളും വെള്ളം കയറുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ ഫുള്ളായിട്ട് സിമെൻറ്റഡ് ആയിട്ടും കോൺക്രീറ്റ് ആയിരിക്കും എല്ലാ സ്ഥലങ്ങളും. അങ്ങനെയൊക്കെ ഉള്ളൊരു വയസ്സ് കുറച്ചൊക്കെ ഇതായിരിക്കും. പക്ഷേ
ടെക്നോളജി വൈസ് കുറച്ചുകൂടെയൊക്കെ സ്ലീക്ക് ആവാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. അതിൽ തന്നെ ഫ്യൂച്ചർ കാണിക്കുന്നതുകൊണ്ട് സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ കൂടാണ്. അപ്പോൾ സൗണ്ട് സ്കേപ്പ് ഫിക്സ് ചെയ്തത് എങ്ങനെയായിരുന്നു? സൗണ്ട് സ്കേപ്പ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് ഇതിലെ സൗണ്ട് ഡിസൈനർ. കാരണം ഇതിൽ മ്യൂസിക് ആൻഡ് സൗണ്ട് ഒരു യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ വിഷൻ ചെയ്തേക്കുന്നത്. അപ്പം സൗണ്ട് സ്കേപ്പ് വർക്കിയുടെ അഡീഷനാണ്. ആൻഡ് വർക്കിയും ഞാനും കൂടെ ഒരുപാട് അതിനെ ജാം ചെയ്ത് കയറിയിട്ടുണ്ട്. പിന്നെ ജിയോ എന്ന് പറയുന്ന ഒരു സൗണ്ട് മിക്സിംഗ് എഞ്ചിനീയർ വന്നു. അപ്പോൾ അദ്ദേഹം പാനിങ് ഒക്കെ, അപ്പോൾ കുറച്ചുകൂടെ പാനൊക്കെ കൂടുതലുള്ളത്. അതാണ് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വെച്ചാൽ വി ആർ യൂസിങ് എവറിത്തിങ്, ഓൾ ദ സ്പീക്കേഴ്സ് ആൻഡ് എവറിത്തിങ്. അപ്പം സാധാരണ ഒരു സിനിമയിൽ നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഡയലോഗൊന്നും അറ്റ്മോസ്ഫിയറൊന്നും കയറ്റാൻ പറ്റത്തില്ല. കാരണം ഇറ്റ്സ് എ നോർമൽ റിയലിസത്തിൽ നിൽക്കുമ്പോൾ ഇതിൽ ഡയലോഗൊക്കെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കയറി കറങ്ങിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഓൾ ടുഗദർ അങ്ങനത്തെ ഒരു സാധനം തിയേറ്ററിൽ ചെയ്യാൻ പറ്റിയപ്പോൾ ദാറ്റ്സ് ഹൗ സൗണ്ട് വി വർക്ക്ഡ് ഓൺ സൗണ്ട്. ഓക്കെ. ഇപ്പം കൃഷാന്തൻ്റെ ഒരു ഫിലിമോഗ്രഫി നോക്കിയാൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് എപ്പോഴും കൂടെ ഉള്ളത്. ഇപ്പം വൃത്താകൃതിയിലുള്ള ചതുരം, ആവാസവ്യൂഹം നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലീഡ് വന്നിട്ടുള്ള രാഹുൽ രാജഗോപാൽ. അതിനുശേഷമുള്ള നോക്കിയാലും പുരുഷപ്രേതത്തിൽ പ്രശാന്ത് ഏട്ടൻ, അത് കഴിഞ്ഞിട്ടാണേലും വിഷ്ണു അഗസ്ത്യ, പിന്നെ ഈ 4 സംഘത്തിലെ ടീം എല്ലാവരും ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഓരോന്നിലും ഓരോരുത്തർക്കൊരു ലീഡ് ക്യാരക്ടർ കൊടുക്കുന്നത് പോലെ. അപ്പോൾ ഇതിൽ 4 സംഘത്തിൽ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് റോളായിരുന്നു. സ്റ്റിൽ സഞ്ജു ഏട്ടൻ്റെ ക്യാരക്ടറിന് കുറച്ചും കൂടെ ഒരു പവർ കൊടുത്ത പോലെ ആയിരുന്നു. ഇതിൽ വന്നപ്പോൾ നിരഞ്ജ്. അടുത്തതപ്പോൾ ഇനി ഈ കൂട്ടത്തിലുള്ള അടുത്ത ആരെങ്കിലും ആയിരിക്കുമോ? അടുത്തത് ദർശന. നെക്സ്റ്റ് ഫിലിമിൽ ദർശന ഭയങ്കര വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ലൈക്ക് ഇതിൻ്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് പുരുഷപ്രേതം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മീ ആൻഡ് ദർശന വെയർ ഇൻ ഇറ്റ് ഫോർ 10 days or 12 days, മാക്സിമം 8 days. അപ്പം ഞാനൊരു ഇൻസ്ട്രക്ഷൻ പറയും, അവർ തിരിച്ച് അതിൻ്റെ ഡെലിവറബിൾസ് തരും, പിന്നെ അവർ കുറച്ച് എക്സ്പ്ലോർ ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ഇൻ പുരുഷപ്രേതം. വെൻ ഇറ്റ് കെയിം ടു 4.5 gangs നമ്മൾ വീണ്ടും വർക്ക് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ സൗഹൃദവും എല്ലാം ഒന്നുകൂടെ ഡെവലപ്പായി, നമ്മുടെ ടീമുമായിട്ട് അവർ ജെല്ലായി. അപ്പം വി സ്റ്റാർട്ടഡ് ഇംപ്രവൈസിങ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ക്യാൻ ഡൂ ദിസ്. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഡൂ സംതിങ് എൽസ്? നമുക്കിവിടെ ഓഡിയൻസിന് ലോൺലിനെസ്സാണ് കൺവേ ചെയ്യേണ്ടത്. എങ്ങനെ ലോൺലിനെസ് കൺവേ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും? അപ്പോൾ അവരിങ്ങനെ, നിങ്ങൾക്ക് അങ്ങനെ പറ്റുമെങ്കിൽ എനിക്കിത് ക്യാമറ ആംഗിൾ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഒരു സ്റ്റെപ്പ് കൂടെ എക്സ്പ്ലോറേഷൻ വന്നു. സോ ഇൻ ദ നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡു എ ഫുൾ ഫ്ലെഡ്ജ് തിങ് വെയർ വി ആർ ജെൽ ടുഗെദർ ആൻഡ് വി ആർ ഗോയിങ് ടു ജാം. അപ്പം ആ ഒരു പ്രോസസ്സ് ആക്ടേഴ്സിൻ്റെ കൂടെ ഒറ്റയടിക്ക് മേ ബി ഒരു ചെറിയ ഇൻട്രോവേർട്ടഡ് നേച്ചറൊക്കെ ഉള്ളിലുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൊസിഷൻ ഓഫ് പവറുമാണ് ആൻഡ് ഓൾസോ പൊസിഷൻ ഓഫ് മാനിപ്പുലേഷനുമാണ്. അപ്പം ഈ പല സാധനങ്ങൾ നമ്മളുടെ ആക്ടേഴ്സിനെ കൊണ്ട് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ മാക്സിമം ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ ബ്രെയിൻ്റെ അകത്ത് തന്നെ പറയും, വേണ്ട, അത് നിൻ്റെ കിങ്കാണ്, നിൻ്റെ ഈഗോയാണ്, ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ വേറൊരു നെറേറ്റീവും കൂടെ ബ്രെയിൻ്റെ അകത്ത് വരും. അപ്പോൾ പക്ഷേ ആസ് വി മൂവ് ഫോർവേഡ് ഫിലിം ആഫ്റ്റർ ഫിലിം അതൊക്കെ മാറിയിട്ട് വി ആർ ജസ്റ്റ് പീപ്പിൾ ആർട്ടിസ്റ്റ് ട്രൈങ് ടു എക്സ്പ്ലോർ. അപ്പം കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ ഇത് വരത്തുള്ളൂ. ആൻഡ് this pattern is there throughout. You look at Tarantino films, you look at Scorsese films, you look at Kurosawa films, or you look at ഇതെല്ലാത്തിലും അവരുടെ കംഫർട്ടബിൾ ആക്ടേഴ്സിൻ്റെ ഇതിനും അവർ അതിനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാണ് നമ്മൾ മാക്സിമം ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് വരുമ്പോഴത്തേക്കും. ബട്ട് ഐ വുഡ് ബെഗ് ടു ഡിഫർ ദാറ്റ് എല്ലാവരും ഇങ്ങനെ എൻ്റെ മാറിക്കൊണ്ട് തന്നെ ഇരിക്കുമോ. ഇപ്പോൾ ഇതിൽ ലീഡ് രജിഷയാണ്. ഐ ഹവ് നോട്ട് വർക്ക് വിത്ത് രജിഷ. നിരഞ്ജ് കഴിഞ്ഞ 2 പ്രോജക്റ്റിൽ എൻ്റെ കൂടെ വന്നിട്ടുള്ളൂ. ആൻഡ് ആൻസലിം ഐ ഹവ് നോട്ട് വർക്ക് വിത്ത് ആൻസലിം. ദിവ്യപ്രഭ ഐ ഹവ് നോട്ട് വർക്ക് വിത്ത് ദിവ്യപ്രഭ. സുരേഷ് കൃഷ്ണ ഐ ഹവ് നോട്ട് വർക്ക് വിത്ത്. സോ ഇഫ് യു ലുക്ക് അറ്റ് ദ മെയിൻ ഓൺസംബിൾ ഐ ഹവ് നോട്ട് വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ഇറ്റ്. ഈവൻ നിരഞ്ജ് 4.5 gangs, അതായത് 4.5 gangs ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പം ദാറ്റ് വാസ് വൺ പാക്കേജ്. അപ്പോൾ ദിസ് ഈസ് എ പ്രോസസ് ദാറ്റ് ഐ തിങ്ക് ഓൾസോ എൻ്റെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഇതിൽ തന്നെ സുരേഷ് കൃഷ്ണൻ വന്നപ്പോഴത്തേക്കും എനിക്ക് ജമ്പ് ചെയ്ത് സാർ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയാൻ പറ്റുന്നില്ല. അത് ഒന്നും കൊണ്ടല്ല, നമുക്ക് പരിചയക്കുറവും ഉള്ളതുകൊണ്ടും ഒക്കെയാണ്. അപ്പം അടുത്തതിൽ ഇപ്പോൾ സുരേഷ് കൃഷ്ണ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പറ്റും. ബട്ട് വിത്ത് നന്ദു സർ, the thing is, since Nandu sir was also in the direction team with Priyadarshan sir, Nandu sir ആണെങ്കിൽ ഈ ഒരു ക്രൈസിസ് ഓഫ് ദ ഫിലിം മേക്കർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പം നമുക്കൊരു അപ്രോച്ച് തരും.
ഓപ്പൺ അപ്പ് ചെയ്ത് തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്ന് നമ്മളെ കംഫർട്ടബിൾ ആക്കി കഴിയുമ്പോഴത്തേക്കും വിത്ത് നന്ദു സർ ഐ കുഡ് ഗെറ്റ് മാക്സിമം ഔട്ട് ഓഫ് ഇറ്റ്. ഞാൻ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല. അപ്പം ഓരോന്ന് കഴിയുന്തോറും മീ ആൻഡ് ദാറ്റ് ആക്ടർ ഇസ് ഗോയിങ് ടു ജാം ബെറ്റർ, അങ്ങനെയാണ്. യെസ്. ഇപ്പം വാട്ട് അബൌട്ട് രജിഷയുടെ ഒരു ഫസ്റ്റ് ടൈമാണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചൊരു ടോക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രജിഷയുടെ ഒരു ഐറ്റം ഡാൻസ് വന്നിട്ടുള്ളായിരുന്നു. മുൻപൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതും ഇപ്പോഴത്തെ ഇതും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല രജിഷയുടെ കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടെയാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒന്നാണ്. വർക്കിംഗ് വിത്ത് രജിഷ എങ്ങനെയായിരുന്നു? രജിഷ is a little mad and a little crazy and also not a very normal person, especially on set. But otherwise she is a very sweet lady. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല രജിഷയുടെ എന്ന്. ഞാൻ പിന്നെ നിരഞ്ജാണ് രജിഷയെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ രജിഷയെ വെച്ചിട്ട് കുറച്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴും they were also not convinced. പക്ഷേ ഞാൻ രജിഷയെ മീറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ മൈൻഡിൽ മധുര മനോഹര മോഹം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോക്സൊക്കെ അവർ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ലവ് ഇസ് എ ഫിലിം ദറ്റ് ഐ സോ. ദെൻ ഐ സാറ്റ് ആൻഡ് വാച്ച്ഡ് ഓൾ ഹെർ ഫിലിംസ്. ഐ സോ കോക്കോ, ഐ സോ കൊള്ള, ഐ സോ പകലും പാതിരാത്രിയും, ഐ സോ തെലുഗു ഫിലിം. പിന്നെ ഐ സോ ജൂൺ. ഞാൻ ജൂൺ അന്ന് തിയേറ്ററിൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജൂൺ എല്ലാം ഇരുന്ന് കണ്ടു. അപ്പം എനിക്ക് ഇവർ ഭയങ്കര ടാലൻറ്റഡ് ആണെന്ന് മനസ്സിലായി. പക്ഷേ now she has to fit into this system. This is a system of me and certain technicians who have അപ്പോൾ ആ രജിഷ ഈ സിസ്റ്റത്തിലോട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. സോ ദാറ്റ് രജിഷ ഓൾസോ ഗെറ്റ്സ് ടു എക്സ്പ്ലോർ ആൻഡ് നോട്ട് ഫോളോ എ ഡയറക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻ ഓർ ദ സ്ക്രീൻ പ്ലേ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അത് നമ്മൾ ഇതിൽ സക്സസ്ഫുൾ ആക്കി. പിന്നെ രജിഷ കുറച്ച് അധികം സ്മാർട്ടാണ്. അപ്പം അവർ സ്മാർട്ടായതുകൊണ്ട് അവർക്ക് ഈ ട്രിക്സ് ഓഫ് ദ ആക്ടിങ് ബിസിനസ് നല്ലതിൽ അറിയാം. അതായത് ഐ ബോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് പോയിന്റ് വരുമെന്നും ഇത് ഡെലിബറേറ്റ്ലി ഇങ്ങനെ തന്നെ അറിയാമെന്നല്ല, ഇതിൻ്റെ കുറേ ട്രിക്സുകൾ അറിയാം. അപ്പം ബിക്കോസ് ഓഫ് ദി എക്സ്പീരിയൻസ്, 10 years എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓൾസോ വി കെപ്റ്റ് ഓൺ ജാമിങ് ആൻഡ് ആഡിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ലൈക്ക് നമ്മുടെ ആദ്യത്തെ സ്ക്രിപ്റ്റിൽ ഇവർ ഓരോ ദിവസവും കോർട്ടിൽ വരുന്നത് ഓരോ സെറ്റിൽ നിന്നാണ്, സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നാണ്. അപ്പോൾ ആ ക്യാരക്ടറായിരിക്കും അവർ പിടിച്ചിരുന്നത്. അത് ഭയങ്കര ഓവറായിരുന്നു. എൻ്റെ എഴുത്തിൽ അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഒരു സൈഫൈ പടത്തിൽ നിന്ന് വരികയാണെങ്കിൽ അന്ന് ഫുള്ള് സൈഫൈ ആണ്. അപ്പോൾ പക്ഷേ അത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയത്. അപ്പം ആ ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ രജിഷ ആ ഹിന്ദിയൊക്കെ, സഞ്ജലിയിലെ ബൻസാലിയുടെ ഹിന്ദിയൊക്കെ പതുക്കെ ആഡ് ചെയ്ത് തുടങ്ങി. ആൻഡ് ലൈക്ക് വെരി സ്മാർട്ട് പേഴ്സൺ ആൻഡ് ഡിലൈറ്റ്ഫുൾ ടു എഡിറ്റ്. ഡിലൈറ്റ്ഫുൾ എന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും യൂഷ്വലി വാട്ട് ഹാപ്പൻസ്, ഇപ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇൻ എഡിറ്റേഴ്സ്, നമുക്ക് ചില ആക്ടേഴ്സിൻ്റെ ബാഡ് ആക്ടിങ് കട്ട് ചെയ്ത് കളയേണ്ടി വരും, ബാഡ് ബ്ലിങ്സ് കട്ട് ചെയ്യേണ്ടി വരും, ബ്രെത്ത് കട്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് എത്ര ഭയങ്കര ആക്ടേഴ്സ് ആയാലും ചിലപ്പം അവർ പ്രോംപ്റ്റിന് ലിസൺ ചെയ്യുന്ന കട്ട് ചെയ്യേണ്ടി വരും, പ്രോംപ്റ്റ് ഉണ്ടെങ്കിൽ, സീനിയേഴ്സൊക്കെ ആണെങ്കിൽ. അപ്പം രജിഷയുടെ സംഭവത്തിൽ രജിഷയുടെ ഏത് ഷോട്ട് എങ്ങനെ വെച്ചാലും വർക്കിംഗ് ആണ്, എങ്ങനെ വെച്ചാലും വർക്കിംഗ് ആണ്. അതെനിക്ക് ഭയങ്കര സെറ്റാണ്. ഐ എം സോ ഗ്ലാഡ് ദാറ്റ് വി കുഡ് കൊളാബറേറ്റ് ഇൻ എ പ്രോജക്റ്റ്. അത് എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ അതിൻ്റേതായ ലൈക്ക് 2 people വർക്കിംഗ് ഇൻ എ ഫിലിം, 2 different ഐഡൻറ്റിറ്റീസ്. അപ്പോൾ അതിൻ്റേതായ ഡിസ്കഷൻസും അതും എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. അത് ബട്ട് ഐ എം സോ ഹാപ്പി ഇറ്റ് കെയിം ഔട്ട് സോ ഗുഡ്. ഇതിൻ്റെ എഡിറ്റർ തന്നെ ആവുമ്പം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കൂടി ഇരിക്കുമ്പം ജഡ്ജ്മെൻറ്റ് എപ്പോഴും കറക്റ്റ് ആവാറുണ്ടോ? അത് പക്ഷേ അതാണ് ബ്ലൈൻഡ് ഫെയ്ത്ത്. നമ്മളിപ്പം എവറിത്തിങ് ഇസ് ഡിസൈൻഡ് എന്ന് പറഞ്ഞാലും സിനിമയിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ബ്ലൈൻഡ് ലീപ്പ് ഓഫ് ഫെയ്ത്ത് എപ്പോഴും എടുത്തേ പറ്റൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് നോബഡി നോസ് യുവർ സിനിമ ആസ് മച്ച് ആസ് യു ഡു ആൻഡ് യു ഹാവ് ടു ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്. ഞാൻ എൻ്റെ ഇൻസ്റ്റിങ്സിനെ അങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. അപ്പം ഞാനിപ്പം യൂഷ്വലി പണ്ടൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനെയും കാണിക്കും, ഇത് വർക്ക് ചെയ്യുന്നു. ഇതിൽ ഞാൻ വൈഫിനെയൊക്കെ വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. കാരണം 1 feedback ഷീ ഗിവ്സ് ആൻഡ് ഐ ഹാവ് ടു ഡിസൈൻ ദ ഹോൾ തിങ്. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ അല്ലാതെ, കാരണം ഇതിന് ഫ്രാങ്കൻ ബൈറ്റിൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൂടെ ഉണ്ടല്ലോ. 2 സീൻ വരുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും പഴയ ഒരു ഷോട്ട് ഇങ്ങനെ വന്നു പോകും. അതായത് ഇപ്പോൾ സാറിനെ കാണിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഗെയിം കത്തുന്നത് കാണിക്കും, അല്ലെങ്കിൽ രജിഷയെ കാണിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് രജിഷയുടെ ക്യാരക്ടർ ഫ്രീഡ ക്ലിൻറ്റ് മാർത്താണ്ടിൻ്റെ തലയിൽ അടിക്കുന്നത് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രാങ്കൻ ബൈറ്റിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയിൽ. അപ്പോൾ അത് ഒരു വീണ്ടും റിപ്പീറ്റ് അല്ലേ എന്ന് ഒരാൾ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റാണ്. അപ്പം സഡൻലി ആ ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ എക്സ്പ്ലോറേഷനെ വിടും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ
ഫീഡ്ബാക്കുകൾ മാക്സിമം ഈ പ്രാവശ്യം അവോയ്ഡ് ചെയ്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ന്യൂ ആയിട്ട് തന്നെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് ഫീഡ്ബാക്ക് തരുന്ന ആൾക്കാരുടെ അവർ ചെയ്തേക്കുന്ന സിനിമകളും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും എല്ലാമൊക്കെ നമുക്ക് നമ്മളും തിരിച്ച് ജഡ്ജ് ചെയ്യും അവരെ. അപ്പം ഞാൻ ജഡ്ജ് ചെയ്യും. ലൈക്ക് എനിക്ക് റിവ്യൂവേഴ്സൊക്കെ റിവ്യൂ ഇടുമ്പോഴത്തേക്കും ഞാൻ അവരിഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നൊക്കെ നോക്കും. അപ്പം അവരിഷ്ടപ്പെട്ടതിൽ ഒരു അഴുക്കപ്പടം ഉണ്ടെങ്കിൽ പിന്നെ അയാൾ എന്ത് പറഞ്ഞാലും എനിക്ക് ഓക്കെയാണ്. ലൈക്ക് ഒന്നും ഉള്ളിലോട്ട് എടുക്കില്ല പിന്നെ. അയ്യോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ ആ സ്പെക്ട്രം അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആ സ്പെക്ട്രത്തിൻ്റെ വെളിയിൽ വരുന്നൊരു സാധനം അത് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ എല്ലാ റിവ്യൂസും നോക്കിയിരുന്നോ? ഞാൻ ഒരു റിവ്യൂസും ഈ പ്രാവശ്യം നോക്കിയില്ല. നമ്മൾ ഗ്രൂപ്പിലിട്ടിട്ട് ഞാൻ പോസിറ്റീവ് ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മാത്രം, അതിൽ ഇച്ചിരി നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും നോക്കില്ല. കാരണം 2 years 3 years എടുത്തിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കുവാണ്. ഈ പുതിയൊരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇങ്ങനെ ഇതിങ്ങനെയാണെന്ന് ഒരാൾ പറയുമ്പോഴത്തേക്കും അത് കാരണം നമ്മൾ ഹേർട്ടും ആവും. നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലോറേഷൻ ഇനി ചെയ്യാൻ പറ്റാതെ ഇരിക്കും. കാരണം ഒരു കോറിൽ ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പം ഞാൻ അങ്ങനെ റിവ്യൂസ് നോക്കുന്നില്ല. ലൈക്ക് എസ്പെഷ്യലി ത്രസനം വെച്ചിട്ടുള്ള റിവ്യൂസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു മീഡിയ കൾച്ചറിൻ്റെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷനെ കുറിച്ചൊക്കെ ഒരു സിനിമയാണെന്ന് പറയാതെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഭയങ്കര ലാഗ് എന്ന് പറയുന്ന റിവ്യൂ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് 4 പ്രാവശ്യം കട്ട് ചെയ്തു. ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് ഇപ്പം ലാസ്റ്റ് റീല് 28 minutes ഉണ്ട്, അതിൻ്റെ 18 minutes ആക്കി കട്ട് ചെയ്തു. അപ്പോൾ രജിഷയുടെ മോണോലോഗ് പെട്ടെന്ന് എത്തും. രജിഷയുടെ മോണോലോഗ് പെട്ടെന്ന് എത്തിയാലും പ്രോബ്ലമാണ്. യു നീഡ് ടു ഹാവ് ദിസ് ടു ഗെറ്റ് ദാറ്റ് റൈസ്. പക്ഷേ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാം. എവിടെ കറക്റ്റ് ചെയ്യാം? റൈറ്റിങ്ങിൽ കറക്റ്റ് ചെയ്യാം. നമ്മൾ വി ട്രൈ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. എന്നിട്ടിത് വർക്ക് മ്യൂസിക്കൊക്കെ ചെയ്ത 18 minute ഒക്കെ ഇത് ചെയ്തു. എൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും പറയുന്നുണ്ട് അത് കട്ട് ചെയ്യണോ വേണ്ടത്. പക്ഷേ ദ തിങ് ഇസ് അതിൽ ഒരു ഏരിയയിൽ ചിരിയും കിട്ടുന്നുണ്ട്. അപ്പം എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ 10 or 12 ഐറ്ററേഷൻസ് ആൻഡ് ഫൈനലി. അപ്പോൾ അത് കാരണം നമുക്ക് ഈ റിവ്യൂവേഴ്സിൻ്റെ ഒരു പ്രൈമ സാധനം ഞാൻ ഈ പരിപാടിയിൽ എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജമ്പാണ്. ഇത് എനിക്ക് തോന്നുന്നു കുറേ റിവ്യൂവേഴ്സിൻ്റെയൊക്കെ ബാൻഡ് വിഡ്ത്തിൻ്റെ പുറത്തുള്ള സിനിമയാണ്. ബട്ട് യു ഗോ ടു എ തിയേറ്റർ ആൻഡ് യു ലുക്ക് അറ്റ് ദിസ് യങ് പീപ്പിൾ ഹാവിങ് ഫൺ. ചുമ്മാ ഈ ഒരു 18 to 30-35 ആൾക്കാർ ഹാവിങ് ഫൺ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പലർക്കും അമ്മാവൻ സിൻഡ്രോം അടിക്കും. കാരണം ഇത് മനസ്സിലാക്കുന്ന യങ് പീപ്പിൾ. സോ തിയേറ്റർ വിസിറ്റൊക്കെ നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. യങ് പീപ്പിൾ ആർ സോ എക്സൈറ്റഡ്. അത് ഇത്രയൊക്കെ പറയുള്ളൂ. ഓക്കെ, ഇതിനിപ്പം ഒരു സ്റ്റോറി ബോർഡ് ഇല്ലാണ്ട് എന്തായാലും വർക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു. അപ്പം ഈച്ച് ആൻഡ് എവറി സീനിൻ്റെ സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ദിസ് ഈസ് മൈ മോസ്റ്റ് സ്റ്റോറി ബോർഡഡ് വർക്ക് ആഫ്റ്റർ ആവാസവ്യം. ഞാൻ എല്ലാ സ്റ്റോറി ബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുൾ ചെയ്തു, പ്രീവിസ് ചെയ്തു, സ്റ്റൺ വിസ് ഇയാൾ ചെയ്തു, ശ്രവൺ എൻ്റെ സ്റ്റൺ ഡയറക്ടർ ചെയ്തു. മ്യൂസിക്കിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വർക്ക് ഓൾറെഡി തന്നു. സോ ഐ ന്യൂ ദ മ്യൂസിക് ദാറ്റ് വാസ് കമ്മിങ് ഇൻ ദ ഫിലിം. പിന്നെ താങ്ക്സ് ടു AI എല്ലാത്തിൻ്റെയും മൂഡൊക്കെ നമ്മൾ മിഡ് ജേർണിയിൽ ഓൾറെഡി ഇമേജ് വെച്ചൊക്കെ സെറ്റ് ചെയ്തു. ആ മൂഡ് പ്രയാഗം ആ മൂഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ബെറ്റർ ആക്കി. അപ്പോൾ ദിസ് ഈസ് എ ഫിലിം വിച്ച് വാസ് ഓൾറെഡി മെയ്ഡ് ഓൺ പേപ്പർ, മെയ്ഡ് ബിഫോർ ദ ഫിലിം. എന്നിട്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്തു പോയി. ആൻഡ് ഇംപ്രവൈസേഷൻ്റെ സ്കോപ്പ് കിട്ടിയേക്കുന്നത് ആക്ടേഴ്സിനാണ്. അപ്പോൾ രജിഷയ്ക്ക് ഇംപ്രവൈസ് ചെയ്തിട്ട് നല്ല നല്ല സാധനങ്ങൾ തരുമ്പോഴത്തേക്കും വി അഡാപ്റ്റ് ദാറ്റ് ഇൻ ടു ദ ഓൾറെഡി ബിൽഡ് എന്താണ് അതിൻ്റെ പേര്, ഓൾറെഡി ബിൽഡ് ഡിസൈൻ. അങ്ങനെ ഈ ഒരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എൻ്റെ എല്ലാ ഫിലിംസിലും എനിക്ക് ഭയങ്കര പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. ഞാൻ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് അല്ല. പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ കണക്ട്. പക്ഷേ പ്രോസസ് ഷുഡ് ബി ആസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ആസ് റിവാർഡിങ് ആസ് ദ പ്രോഡക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചില സിനിമകൾ ഫൈനലി ആൾക്കാർ അക്സെപ്റ്റ് ഒന്നും ചെയ്യത്തില്ല. അവർക്ക് ഇപ്പോൾ സംഘർഷകണ്ണാണെങ്കിൽ although I consider or some people consider it as my best work, a lot of people have not seen it, and those who have seen it did not connect with it. Even കോളേജസിന് പോയപ്പോഴത്തേക്ക് കഴിഞ്ഞ പടം പാളിയല്ലോ ചേട്ടാ, ഇതും പാളുമോ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരൊന്ന് ഷേക്ക് ഹാൻഡ് എടുത്തു. അപ്പോൾ പക്ഷേ താവോയിസത്തിനെക്കുറിച്ചും ലോകത്ത് യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സംഘർഷമാണ് ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ബട്ട് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സംഘർഷ വാസ് സോ റിവാർഡിങ് ഫോർ മീ, ഫോർ നിഖിൽ, for Vishnu Agastya,
ഫോർ സനൂപ് പടവീടൻ, ഫോർ രാജേഷ് നാറൂത്ത്. അപ്പോൾ നമുക്ക് അത് ഭയങ്കര റിവാർഡിങ് ആണ്, സംഘർഷമാണ്. അപ്പോൾ പ്രോസസ്സ് എപ്പോഴും നല്ല ഓർഗനൈസ്ഡും നല്ല രസമായിട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ പ്രോഡക്റ്റ് പാളുമ്പോഴത്തേക്കും നമുക്ക് ഇതുമായിട്ടുള്ള ബന്ധമൊക്കെ പോയിട്ട് നമ്മളിത് നമ്മുടെ അല്ലാതെ അങ്ങ് ആവും. അപ്പോൾ ഞാൻ ഈ പ്രോസസ്സ് ഡിസൈൻഡ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടും ഇമോഷണലി ഇൻവെസ്റ്റും ചെയ്യും. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി സൈഡിലേക്ക് വരുമ്പം ഒരുപാട് ഗ്രാഫിക്സ് ആൻഡ് AI യൂസ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. തുടക്കത്തിലൊരു AI യൂസ് ചെയ്തിട്ടുണ്ട്, കൊച്ചിയെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ VFXലൊന്നും ഒരു AI യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഫുൾ VFX ആണ്. സോ ദാറ്റ് ഈസ് വൈ ഐ ഹാഡ് ടു ഷോ ദ എൻഡ് ക്രെഡിറ്റ്സ് വെയർ എല്ലാത്തിൻ്റെയും 3D ഒക്കെ കാണിക്കുന്നത് മനഃപൂർവ്വം എന്താ വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ക്യാൻ ഈസിലി ബിലീവ് ദാറ്റ് ദിസ് ഈസ് AI. ഐ എം നോട്ട് അഗൻസ്റ്റ് AI. എനിക്ക് ആദ്യം വന്ന എൻ്റെ VFX ഹെഡായിട്ട് വന്ന ആൾ AIയിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു, ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷേ അയാൾക്ക് ഡെഡ് ലൈൻസ് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ മാറി. അപ്പോൾ പിന്നെ ട്രഡീഷണൽ VFX സ്റ്റുഡിയോസിൽ AI യൂസ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി പാറ്റേൺ എങ്ങനെയായിരുന്നു? ഇപ്പം ഈ കൊച്ചി തന്നെ നിയോ കൊച്ചി ആയിട്ട് കാണിക്കുന്നു, ഇതിൽ കുറച്ച് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള പ്ലേസസ് ഒക്കെ കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി സ്റ്റൈൽ എങ്ങനെയായിരുന്നു ഡിസൈഡ് ചെയ്തത്? നമ്മൾ കുറേ ഫിലിംസിൻ്റെ റെഫറൻസ് എടുത്തായിരുന്നു. പക്ഷേ നമുക്കൊരു ഒരു ബ്ലൂ നിയോൺ ഒരു അഴുക്ക സൈഫൈ കളറുണ്ട്, അത് വേണ്ടാന്ന് മാക്സിമം നോക്കി. ബട്ട് സ്റ്റിൽ നമ്മുടെ VFXൽ നിന്നൊക്കെ വന്ന പല സാധനങ്ങളും അങ്ങനെ ആയതുകൊണ്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫീഡ്ബാക്ക് ഒരു ലെവൽ വരെ ഫീഡ്ബാക്ക്, ടു മെനി തിങ്സ് കമ്മിങ് ഇൻ. നമ്മളൊരു ആംബർ നിയോൺ എടുത്തു, അത് ട്രോൺ ലെഗസിയിലൊക്കെ ഉണ്ട്. ആംബർ കളേഴ്സും ആംബർ നിയോൺസും ലൈം യെല്ലോയും ഒക്കെ എടുത്തായിരുന്നു. അത് ദർ ഇസ് എ ബുക്ക് കോൾഡ് ഡേയ്സ് ഓഫ് അമേരിക്കൻ ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുക്കിൻ്റെ അകത്തുള്ള കുറേ ഡേയ്സ് ഓഫ് അമേരിക്കൻ ക്രൈമിൽ ഫ്ലോർ ടൈൽ പാറ്റേണും വാൾ പാറ്റേൺസും നമ്മൾ എടുത്തു. പിന്നെ അങ്ങനെ പല സ്ഥലത്തുനിന്നും ഈ കുറേ ബുക്സുകളിൽ നിന്നും സാധനത്തിൽ നിന്നൊക്കെ ഇതെല്ലാം പ്രയാഗ് കൺസ്ട്രക്ട് ആയിട്ട് പ്രയാഗ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പല ക്യാമറാസിലും അനമോഫിക് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും സ്ക്വീസും ബ്ലറും ഒക്കെ തരുന്ന സാധനമാണ്. ആൻഡ് ഓൾസോ ദർ ഇസ് ദിസ് സോഫ്റ്റ് സ്കിൻ ആൻഡ് എല്ലാം സോഫ്റ്റാണ്, അത്ര ഷാർപ്പല്ല. അപ്പോൾ അത് മൈനോറിറ്റി റിപ്പോർട്ടിലൊക്കെ അങ്ങനെ ഒരു സോഫ്റ്റ് ഗ്ലോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ആഡ്സ് ടു ദ നറേറ്റീവ് ഓഫ് ദ ഫിലിം. പിന്നെ നമ്മൾ വേറൊരു ഫിലിം ദാറ്റ് വി റെഫർ ടു ഇസ് എ ഫിലിം ഓൺ നെറ്റ്ഫ്ലിക്സ് കോൾഡ് ബാലറീന, വേർ എവറിത്തിങ് ഇസ് ഭയങ്കര സോഫ്റ്റും ഗ്ലോയും ഒക്കെ ഉള്ളൊരു സാധനം. അപ്പോൾ അത് നമ്മൾ റെഫർ ചെയ്തു. അങ്ങനെ കുറേ ഫിലിംസുകൾ റെഫർ ചെയ്തിട്ട് ഇതിൽ നിന്നെല്ലാം ഒരു പുതിയ സാധനം. പിന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. റെഡ് ആൻഡ് ബ്ലാക്ക് ഭയങ്കരമായിട്ട് ചെയ്ത് പോപ്പ് കളേഴ്സ് ഉണ്ട്. ആൻഡ് ആ ലൗഡ് കളേഴ്സ് വെച്ചേക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ടോണലി ഒരു ഇച്ചിരി സട്ടിലാക്കി കഴിഞ്ഞാൽ ദിസ് വിൽ ലുക്ക് ലൈക്ക് എ വെരി സീരിയസ് ഫിലിം. അപ്പോൾ അതില്ലാതെ ഇത് നോട്ട് എ സീരിയസ് ഫിലിം, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ പാർട്ടി ഫോർ പീപ്പിൾ ഹു കണക്ട് എന്നുള്ളത് പറഞ്ഞൊരു രീതിയിലാണ് പ്രയാഗ് ചെയ്തേക്കുന്നത്. ദേ ഡിഡ് എ ലോട്ട് ഓഫ് ടെസ്റ്റ്. നമുക്ക് 1.5 TB റഫ് ഫുട്ടേജ് ബിഫോർ ദ ഫിലിം ഷൂട്ട് ടെസ്റ്റ് ഫുട്ടേജ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് വെച്ചൊക്കെയാണ് ചെയ്തത്. എൻ്റെ ഗ്രേഡിങ് ചെയ്ത് കാൻപ്രോ അർജുൻ മേനനൊക്കെ അതിന് വീണ്ടും 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 പല ലുക്സുകളും പല ലട്ടുകളും ഒക്കെ ഇട്ട് നോക്കിയിട്ട് ഇമേജ് വൈസ് കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു ഈ പ്രാവശ്യം. കൃഷാന്ത് സിനിമകളും ഈ നിയോൺ ലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാകും. ഇപ്പോൾ പുരുഷപ്രേതം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ലൈറ്റിങ്ങിൽ വന്നിട്ടുള്ള ഇപ്പോൾ ഫ്യൂച്ചർ കാണിക്കുമ്പോൾ ലൈറ്റിങ്ങിലും കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട് ഇതിൽ. ഈവൻ ജയിലാണെങ്കിൽ പോലും അത് കാണിക്കുന്നതിൻ്റെ എല്ലാം അതിൻ്റെ ഫ്രെയിമിങ്ങും ലൈറ്റിങ്ങും എല്ലാം കുറച്ച് സ്പെഷ്യലാണ്. എങ്ങനെയായിരുന്നു അതിൻ്റെയും ലൈറ്റിംഗ് ഒക്കെ? എപ്പോഴും ഒരു റെഡ് ആൻഡ് ഗ്രീനിൻ്റെ ഒരു മയം. റെഡ് ആൻഡ് ഗ്രീനാണ് നമ്മൾ ഈ പ്രാവശ്യം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ സ്റ്റിൽ വി എൻഡഡ് അപ്പ് ഗെറ്റിംഗ് ദെയർ. എനിക്ക് തോന്നുന്നു ആ പ്രൈമറി കളേഴ്സുകൾ എന്തായാലും വരും. എനിക്ക് തോന്നുന്നു ജയിലിലൊക്കെ നമ്മൾ കുറച്ച് മേട്രിക്സിൻ്റെയൊക്കെ റെവല്യൂഷൻസിൻ്റെയൊക്കെ കുറച്ച് ഇമേജസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഓൾ ടുഗദർ ലൈറ്റിങ്ങിൻ്റെ ഇതെന്ന് വെച്ചാൽ അത് പ്രയാഗിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം ഞാൻ അതിലാകെ ഇൻ്റർഫിയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോ എൻ്റെ പ്രീവിയസ് പുരുഷപ്രയത്തിൽ ആൾക്കാരുടെ ഫേസിൽ ആംബിയൻറ്റ് കളേഴ്സ് വരും. എന്നുവെച്ചാൽ ഇപ്പോൾ ദർ ഇസ് റെഡ് ആൻഡ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ദിസ് സൈഡ് വിൽ ബി റെഡ് ആൻഡ് ദിസ് സൈഡ് വിൽ ബി ഗ്രീൻ. ഇൻ ദിസ് ഐ വാസ് പ്രയാഗ് നോട്ട് ടു ഹാവ് ദ ആംബിയൻ കളർ ഫോൾ ഓൺ ദ സ്കിന്നിൻ്റെ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 80% സ്കിന്നിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സൈഫൈ ഫിലിമിൽ സ്കിന്നിലും കൂടെ ആ കളർ വരുമ്പോഴത്തേക്കും ഇറ്റ് മൈറ്റ് എൻഡ് അപ്പ് ലുക്കിംഗ് എ ലിറ്റിൽ ചീപ്പ്. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ബഡ്ജറ്റ് ചിലവാക്കിയാലും നമ്മൾ മുഖത്ത് ഇപ്പോൾ ബിക്കോസ് ഓഫ് ദി ആക്സസിബിലിറ്റി ഓഫ് LED ലൈറ്റ്സ് മുഖത്ത് കളേർഡ് ലൈറ്റൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. വി സ്പെൻഡ് മണി ഓൺ ലൈറ്റിംഗ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ട് സ്കിന്നിൽ മാക്സിമം ലൈറ്റ് വീഴരുത്. അപ്പോൾ ഓൺലി ലൈറ്റ് ദറ്റ് ഫോൾസ് ഓൺ ദ സ്കിൻ ഇസ് ദ ലൈറ്റ് ഫ്രം ഓൾ ദിസ് ഡിജിറ്റൽ ടെലിവിഷൻസ് ഓർ ഓൾ ദിസ് LED സ്ക്രീൻസ്. അങ്ങനെ ഒരു സംഭവം ചെയ്തു. പിന്നെ രാത്രിയൊക്കെ ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയിട്ടാണ് ലൈറ്റ് ചെയ്തേക്കുന്നത്, നൈറ്റ് സീൻസൊക്കെ. അങ്ങനെ ഒരു സാധനം ഇതിൽ ചെയ്തു. അപ്പം ഇങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൈഫൈ നോക്കിക്കഴിഞ്ഞാൽ ഗഗനചാരിയാണ്. ഇതിലേക്ക് വരുമ്പോഴും പ്രൊഡക്ഷൻ അജിത് വിനായകയും ഇന്നായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലൊരു സൈബർ പങ്ക് ഒരു മൂവി ചെയ്യാം എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്തോടെ കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അല്ല, അത് ഓൾ താങ്ക്സ് ടു അരുൺ ചന്തു കേട്ടോ. ലൈക്ക് അരുൺ ചന്തുവിൻ്റെ ഇപ്പോൾ എൻ്റെ സൈഫൈ സൈബർ പങ്ക് മെറ്റീരിയൽസ് ഓൾറെഡി ഉണ്ട്, എൻ്റെ പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പം ഞാനിതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഇത് മലയാളത്തിൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഒക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം സഡൻലി വെൻ ചന്തു റീച്ച്ഡ് മീ ആഫ്റ്റർ ആവാസവ്യൂഹം കഴിഞ്ഞിട്ട് ചന്തു റീച്ച്ഡ് ഔട്ട് ടു മീ ആൻഡ് സെഡ് ദാറ്റ് ഹി ഹാസ് എ മൂവി കോൾഡ് ഗഗൻചാരി ആൻഡ് വുഡ് യു വാച്ച് ഇറ്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടു. And I was a part of making that movie sleeker and theatre friendly along with അപ്പോൾ ചന്തുവിനോട് അങ്ങനെ വർക്ക് ചെയ്ത തിയേറ്ററിൽ ഇറക്കുമ്പോഴത്തേക്കും എൻ്റെ മെയിൻ അജണ്ട ഇൻ വർക്കിംഗ് വിത്ത് ചന്തു വാസ് ടു മേക്ക് ദിസ് മെറ്റീരിയൽ ആക്സസിബിൾ ടു പീപ്പിൾ. അപ്പോൾ ചന്തുവിൻ്റെ ഈ മെറ്റീരിയൽ വെച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ഓഡിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അജിത് വിനായക അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ആൻഡ് അരുൺ ചന്തുവിൻ്റെ ഹ്യൂമറും എല്ലാമൊക്കെ വെച്ചാൽ ദാറ്റ് ഫിലിം worked for a lot of people and lot of audience. അപ്പോൾ എനിക്ക് മനസ്സിലായി that there is a particular crowd and the crowd is actually a younger generation who is exposed to such material. അങ്ങനത്തെ ഒരു younger generation ഉണ്ട്. അപ്പോൾ I would say thanks to Ajit Vinayaka and thanks to Arun Chandu for opening this up. അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ടായിട്ട് നിന്നത് തന്നെ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ വർക്ക് ആവുമോ, അതേ ഇനി സ്ഥിരം ഒരു വീട്, ആ വീട്ടിലുണ്ടാകുന്ന അവിഹിതഗർഭം, അതിൻ്റെ അച്ഛനായിരുന്നു കണ്ടുപിടിക്കുന്ന സിനിമകൾ പോലത്തെ സിനിമകളാണോ സ്റ്റിൽ വർക്കിംഗ് എന്ന്. അങ്ങനെ അല്ലാത്ത സിനിമകൾ ഒരുപാട് നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനിലിരുന്നത്. അപ്പം ദാറ്റ് ഈസ് വൈ ദിസ് വർക്ക്ഡ് ഔട്ട്. അപ്പം വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു മോഡൽഡ് ആയിട്ടുള്ളൊരു സാധനം അല്ലാതെ ഒരു പുതിയ സാധനം തന്നെ ചെയ്യാൻ വിചാരിച്ചു. ഓൾദോ ഇഫ് യു ആർ ക്ലോസ് ഫോളോവർ ഓഫ് സൈബർ പങ്ക് യു വിൽ സീ പാർട്ട് ഓഫ് ന്യൂറോമാൻസർ ഇൻ ദിസ്, പാർട്ട് ഓഫ് ബ്ലേഡ് റണ്ണർ ഇൻ ദിസ്, പാർട്ട് ഓഫ് Cyberpunk Edge Runner in this, Ghost in the Shell in this, or പിന്നെ ഒരു അർണോൾഡിൻ്റെ ഒരു പടമുണ്ട് വേർ മെമ്മറീസ് ആർ മെയ്ഡ് എ കമോഡിറ്റി ആൻഡ് സോൾഡ്, അത് ഇൻ ദിസ്. അങ്ങനത്തെ ഒരു 5000 പടങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഈസ് നോട്ട് നോവൽ. It is the way in which the concept is told, and you suddenly end up reaching all this മലയാളത്തിലുള്ള സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനെയൊക്കെ അടുത്തെത്തുമ്പോഴത്തേക്ക് ഇത് സൈഫൈ ഒന്നുമല്ല, ഇതൊരു ഫ്രിഡാസമൻ ഹോട്ടാണ്, സെക്സിയാണെന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് വന്നെത്തുന്ന ഒരു സാധാരണ പരിപാടിയാണ്. ആൻഡ് വി ആർ നോട്ട് ട്രൈങ് ടു സെൽ ജസ്റ്റ് സൈഫൈ, വി ആർ ട്രൈങ് ടു നമ്മൾ ആൾക്കാരുടെ ഒരു ഡോപ്പമീൻ കൾച്ചറിലെ ആൾക്കാരുടെ സൈക്കെ ഹാക്ക് ചെയ്യാൻ നോക്കുവാണ്. അതായത് എല്ലാം വിറ്റുപോകുന്നൊരു മാർക്കറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് എല്ലാം വിറ്റുപോകുന്നത്, അത് ആരാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു രീതിയിലോട്ടൊക്കെ ചെന്നത് ഒരു ഫിലോസഫിക്കൽ ഡിസ്കഷനിലോട്ടൊക്കെ എത്തുന്ന ഒരു സാധനം ചെയ്യാൻ പറ്റി. അപ്പം ഐ വുഡ് സേ ഐ എം ഗ്രേറ്റ്ഫുൾ ടു അരുൺ ചന്തു ആൻഡ് അജിത് വിനായക ഫിലിംസ് ഫോർ അറ്റംപ്റ്റിംഗ് സംതിങ് ലൈക്ക് ഗഗൻചാരി. ഈ സൈഫയിൽ അതുപോലെ കോമഡി മിക്സ് ചെയ്യുന്നത്, ഇപ്പോൾ ഇത് പറഞ്ഞു റെഫറൻസ് എടുത്തിരിക്കുന്നത് പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ മഞ്ഞപ്രാവ് മീഡിയയ്ക്ക് ഇട്ടുള്ളതും കുറേ ഉണ്ട്. ഇതിൽ സൈഫയിൽ കോമഡി മിക്സ് ചെയ്യുന്നത് പലരും ചിന്തിക്കാത്ത ഒരു വേ ആണ്. അതിൻ്റെ ഇപ്പോൾ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ എങ്ങനെ നടന്നിരുന്നു? ഡയലോഗ്സിലാണെങ്കിലും ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന രജിഷയുടെ മിലിറ്ററി ഞാൻ പറഞ്ഞിരിക്കാൻ സമയമില്ല എന്നുള്ളത് അത്രയും നമ്മൾ ചിന്തിക്കില്ല. അങ്ങനെ ഒരു ഡയലോഗ് ആയിരിക്കും ഇപ്പോൾ അവിടെ വരുന്നത്, ചിന്തിക്കില്ല. ആ ഒരു കോമഡി എലമെന്റ് ആഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? അല്ലല്ല, ഞാൻ ആക്ച്വലി സംഘർഷഘടന വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെനിക്ക് വൃത്താകൃതിയിൽ സംഭവിച്ചു. ദാറ്റ് ഐ ഹാവ് ടു ലിവ് വിത്ത് ദിസ് ഫിലിം. വി അല്ലേ ഐ, ആൻഡ് ഐ എം നോട്ട്, നോ ടീം മെമ്പർ ഈസ് പാർട്ട് ഓഫ് ദിസ് ജേർണി. I have to live with this film for 6 months after the film is completed.
ഓൾദോ ലോട്ട് ഓഫ് മെമ്പേഴ്സ് ആർ ഇൻവോൾവ്, ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് മൈ പേഴ്സണൽ. എനിക്ക് ഈ സിനിമയായിട്ട് 6 മാസം നിൽക്കണം. ഇത് ഡെസ്പ് പടമാണെങ്കിൽ ഇതിൻ്റെ എപ്പോഴും നമുക്കുണ്ടാവുന്ന മൂഡും അതായത് ഇതിൻ്റെ ഈ സാഡ് ഇമോഷൻ കണക്റ്റ് ആവുമോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ ആ ഒരു മൂഡിൽ വന്നിട്ട് വാച്ച് ചെയ്യും. അപ്പം വി ആർ കോൺസ്റ്റൻ്റ്ലി ഇൻട്രാക്ടിങ് വിത്ത് ദിസ് ഫിലിം ഫോർ 6 months. അപ്പം കുറച്ചൊരു നോട്ട് സോ ഹെൽത്തി ഒരു മൂഡിൽ ചെന്നെത്തും 6 മാസത്തേക്ക്. അപ്പോൾ എനിക്ക് അങ്ങനെ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ മെൻ്റൽ ഹെൽത്തും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഐ വോണ്ട് ടു ഹാവ് ഫൺ ആൻഡ് തമാശ വരുമ്പോഴത്തേക്കും അടുത്ത 6 മാസം നമ്മളിതിൻ്റെ കളർ ഗ്രേഡിന് ചെന്നിരിക്കുമ്പോൾ ഇടയ്ക്ക് കളർ ഗ്രേഡ് മറന്നിട്ട് ചിലപ്പോൾ ചിരിച്ചു പോകും. നമ്മളിന്ന് ഷൂട്ട് ചെയ്താണെങ്കിൽ ചില ജോക്കുകൾ നമ്മൾ എപ്പോഴും ഇനി എൻ്റെ ഒരു വീഡിയോ ഇറങ്ങിയാൽ ഞാൻ എത്ര സിൻസിയർ ആവും, അതിനെക്കാട്ടും സിൻസിയർ ആവും മാഡത്തിന് വീഡിയോ ഇറങ്ങിയെന്ന് ജഗദീഷേട്ടൻ പറയുന്നത് എവിടെ ചെന്നാലും നമ്മൾ ശരിയാ. അപ്പോൾ എനിക്ക് ആ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് I thought like I will have some added humor, and this is not just to connect with people, and not only because humor ഒരു ആക്സസബിൾ സാധനമാണ്. ഹ്യൂമർ സിനിമയുടെ ഡെമോക്രാറ്റിക് ഐഡിയാസ് കുറച്ചുകൂടെ കൊണ്ടുവരുന്നതിനെക്കാട്ടും കൂടുതൽ എൻ്റെയും എനിക്ക് തോന്നുന്നു എൻ്റെ കളറിസ്റ്റിൻ്റെയും, ഞാൻ എൻ്റെ മാത്രം ചെയ്യണമെന്നില്ല, എൻ്റെ കളറിസ്റ്റിൻ്റെയൊക്കെ മാനസികാരോഗ്യം കൂടെയാണ്. അപ്പോൾ തമാശ എന്തായാലും വേണമെന്നുള്ളത് നിർബന്ധം ആറ്റിനെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഹ്യൂമർ വരുന്നത്. അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് നിരഞ്ജുണ്ട്. ഇപ്പം നിരഞ്ജിൻ്റെ കുറേ ഐഡിയാസ് വരും. ശ്രീനാഥ് ഉണ്ട്. ശ്രീനാഥിൻ്റെ ശ്രീനാഥിൻ്റെ ഐഡിയ ആണ്. എൻ്റെ ആകെ എഴുതിയേക്കുന്നത് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല ചേട്ടാ എന്നാണ്. അപ്പോൾ ശ്രീനാഥ് പറഞ്ഞു ചേട്ടാ അത് ഞാൻ പറഞ്ഞേക്കാന്ന് രജിഷയുടെ അടുത്ത് പറഞ്ഞപ്പോൾ രജിഷ എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചു. രജിഷ സൂപ്പർ വിത്ത് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ആണ് കോമഡി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര കൺവിക്ഷനാണ് രജിഷയ്ക്ക് ഹ്യൂമർ ചെയ്യാൻ. അപ്പോൾ ഞാൻ രജിഷയുടെ ഹ്യൂമർ കണ്ടിട്ടല്ലേ ഞാൻ കാസ്റ്റ് ചെയ്ത മധുര മനോഹര മോഹത്തിൽ. ആൻഡ് സോ ഈസ് ആൻ സലീമിൻ്റെ ഞാൻ എൻ്റെ കളറിസ്റ്റ് അർജുൻ മേനോൻ ആൻ സലീമിൻ്റെ നായകനിലെ ഒരു ബ്യൂട്ടി പാർലർ എപ്പിസോഡൊക്കെ എടുത്ത് കാണിച്ചത്. അപ്പോൾ കാരണം ഇവർ കുഞ്ഞൊക്കെ പോയ വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിലും ചെറിയ ജോക്സുകളുണ്ട് ആൻ സലീമിനൊക്കെ. അപ്പോൾ ആ സാധനം വർക്ക് ചെയ്യണം. അപ്പോൾ ദിസ് ആർ ഓൾ റിലേറ്റഡ് ടു ഹ്യൂമർ. പിന്നെ ജഗദീഷ് സാറൊക്കെ വരുമ്പോഴത്തേക്ക് അവർ ഈ സീൻ്റെ ഹ്യൂമറിൽ ഞാൻ പറയും, എനിക്ക് ചില സ്ഥലത്ത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇവിടെ ഒരു ജോക്ക് ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഐ ഡോണ്ട് നോ വാട്ട് ദി ജോക്ക് ഇസ്. കാരണം ഞാൻ അത്രയും ഫണ്ണി ആയിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ സാർ ഇവിടെ ഒരു ജോക്കുണ്ട്, ആ ജോക്ക് ഒന്ന് ഡിസ്കവർ ചെയ്യണമെന്ന് പറയും. ഫോർ എക്സാമ്പിൾ പുരുഷപ്രയത്തിൻ്റെ എൻ്റെലൊരു ജോക്കുണ്ട്. ആ ജോക്ക് അവിടെ ജോക്കുണ്ടെന്നറിയാം. എല്ലാവരും ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സാർ ഓടി നടന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ ആ ജോക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അത് ചിരി വരും. അപ്പോൾ അങ്ങനെ ജോക്ക് ചില സ്ഥലത്ത് ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വന്നിട്ട് ജോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ വീണ്ടും സ്ക്രിപ്റ്റ്. അപ്പോൾ ജോക്ക് എക്സാക്ട്ലി ജോക്ക് എഴുതി വരുത്തുന്നില്ല ചിലപ്പോഴൊക്കെ. അത് സ്പോട്ടിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തിട്ട് സാർ അവിടെ ഒരു ജോക്ക് ഉണ്ടെന്ന് എന്തെങ്കിലും ഒരു ജോക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇവരൊരു സാധനം പറയുമ്പോഴത്തേക്കും അതല്ല, പക്ഷേ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കിട്ടും ഹ്യൂമർ വരാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് തമാശകൾ വരുന്നത്. അപ്പോൾ ആസ് എ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ സിനിമ ചെയ്തിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ആണോ അത് ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരിക്കുമോ ഇമ്പോർട്ടൻസ് കൂടുതൽ? ബോക്സ് ഓഫീസ് കളക്ഷനാണ് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും. കാരണം നമ്മളൊരു വർക്ക് ഓഫ് ആർട്ട് വിച്ച് ഇൻവോൾവ്സ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ചെയ്യുന്നത്. അതിൽ ഒരാളൊക്കെ വന്ന് നല്ലത് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ആ ഡോപ്പമീൻ റിഫ്ലക്സ് കിട്ടും. പക്ഷേ ബോക്സ് ഓഫീസും കൂടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കലാ കച്ചവട സാധ്യതകളെല്ലാം കൂടെ ഒത്തുപോകുന്നു, ഒരുപാട് പേര് കാണുന്നു. കാരണം അതൊരു നമ്പേഴ്സ് അത്ര ഫേക്ക് അല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എത്ര ഓഡിയൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഐ വുഡ് സേ ദാറ്റ് ദിസ് ഈസ് മോർ ബിസിനസ് ദാൻ ആർട്ട് ടു മീ. ഓക്കെ. ഈ തിയേറ്ററിൽ ആൾക്കാരെ പിടിച്ചിരുത്തുക എന്നുള്ളതും ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ഭാഗം തന്നെയാണ്. ഒരു ഹുക്കിംഗ് എലമെന്റ് എങ്ങനെയാണ്? അപ്പം വേ യു എൻ്റർടൈൻഡ് വൈൽ വാച്ചിങ് ദ ഫിലിം. കണ്ണെടുക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സിനിമ. നമ്മുടെ സിനിമ കണ്ടപ്പോഴത്തേക്ക് ആണോ? അതെ. എന്തായിരിക്കും അങ്ങനെ എന്ന് തോന്നി? വിഷ്വലി സൗണ്ട് കൊണ്ട് എല്ലാം കൊണ്ടും നമ്മളെ പിടിച്ചിരുന്ന ആക്ടേഴ്സ് എല്ലാം കൊണ്ടും അതെ. ആ ലോക്ക് നമ്മൾ ഹുക്ക് ചെയ്ത് തന്നെ പോകുന്ന ഒരു അറ്റൻഷൻ എക്കണോമിയിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടോപ്പിക്കും കൂടെ ഇങ്ങനെയാണ്. ഇപ്പോൾ യൂഷ്വലി അതെല്ലാവരും ചെയ്യുന്ന പരിപാടി തന്നെ, പക്ഷേ അവരുടെ ടോപ്പിക്കും ഡൈജസ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇതങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് പോകും. നമ്മുടെ ടോപ്പിക്ക് കുറച്ച് ലെയേർഡും കുറച്ചുകൂടെ ഇച്ചിരി കൂടെയൊക്കെ
ട്രിക്കി ടോപ്പിക്കൊക്കെയാണ്. വി ആർ നോട്ട് കാണുന്നത് മാത്രമല്ല സംസാരിക്കുന്നത്, കാണുന്നതിൻ്റെ അടിയിൽ പല 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 കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ സിനിമയിൽ സിൽക്ക് സ്മൂത്ത് എന്ന് പറയുന്ന സിൽക്ക് സ്മിതയെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രിട്നി സ്പിയേഴ്സിനെ കാണിക്കുന്നുണ്ട്. എന്തിനാണ് ബ്രിട്നി സ്പിയേഴ്സിനെ കാണിച്ചത് നമ്മൾ സിനിമയിൽ? അറ്റൻഷൻ മാറ്റാനാ? അല്ലല്ല, യു റീഡ് അബൌട്ട് ബ്രിട്നി സ്പിയേഴ്സ് ആൻഡ് ഹോൾ പാപ്പറാസി കൾച്ചർ ആൻഡ് ഹൗ ബ്രിട്നി സ്പിയേഴ്സ് വാസ് became a celebrity and was taken down by media and people and everything. അപ്പം ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ ബ്രിങ് ഡൗൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഇവിടെ എപ്പോഴും ഉണ്ട്. എന്നുവെച്ചാൽ സ്ത്രീകളെ ഒരു ലെവൽ വരെയൊക്കെ വളരാൻ അനുവദിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളെ കാണിച്ചിട്ടൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. പക്ഷേ അത് കാണുന്ന ആൾക്കാർ അത്രയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കും. ബാക്കിയുള്ളവർ ആ സിനിമയിൽ ആ സീനിൽ AI വെച്ച് പൂരം കലക്കി എന്ന് പറയുന്ന ജോക്കിനായിരിക്കും ചിരിക്കുന്നത്. ഇത് രണ്ടും അറ്റൻഷൻ പിടിച്ചു പോകാൻ വേണ്ടി ചെയ്യുന്നത്. ഇത് സിമിലർ ആയിട്ടുള്ള ഒരു റൈറ്റപ്പ് കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. ദിവ്യപ്രഭയുടെ ആരോ സിനിമ കണ്ടിട്ട് എഴുതിയിട്ടൊരു റൈറ്റപ്പ് ആയിരുന്നു. ദിവ്യപ്രഭയുടെ ഈ സിനിമയാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇതിനു മുൻപ് ഈ പറഞ്ഞ സോക്കോൾഡ് മീഡിയസിലല്ലേ, ഫോണിലെല്ലാം പല പല റീൽസ് മാത്രം കണ്ടിട്ട് ജഡ്ജ് ചെയ്തു അവരെ. അപ്പോൾ അതും ഒരു ഇപ്പം നടക്കുന്നൊരു കാര്യമായിട്ട് തന്നെ കണക്റ്റഡ് ആവുന്നുണ്ടല്ലോ. അതെ 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വി ആർ ഓൾസോ ദ സിനിമ ഇൻഡസ്ട്രി ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ ദിസ് കൾച്ചർ, മീഡിയ കൾച്ചറും ഈ ഹൈപ്പും ഇതിൻ്റെ അകത്ത് ഈ കുത്സിതങ്ങളിലും ഒക്കെ സിനിമ ഇൻഡസ്ട്രിയും ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം അതിൽ നിന്നൊരു റീൽസോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ന്യൂസോ ഒക്കെ വരുമ്പോഴത്തേക്കും അതിങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കും. അപ്പോൾ അത് കാരണം ഇതിങ്ങോട്ട് വാല്യൂ അഡിഷൻ വരും. എല്ലാം ഒരു കച്ചവടത്തിൻ്റെ ഒരു കള്ളത്തരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ഒക്കെയാണ്. പക്ഷേ ഇത് ബാഡ് ടേസ്റ്റിലായി തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ സെൻട്രൽ നിൽക്കുന്ന ആൾക്ക് ഭയങ്കര മെൻ്റലി നോട്ട് ഇൻ എ ഗുഡ് പൊസിഷൻ എത്തും. അപ്പം നമ്മുടെ സോങ് ഇറങ്ങിയപ്പോഴത്തേക്ക് രജിഷ വാസ് ട്രബിൾഡ് എ ബിറ്റ്, അങ്ങനെ. അപ്പം ആ സാധനം ഞാൻ വായിച്ചു. എനിക്കും ഇപ്പം ദിവ്യപ്രഭയെ പേഴ്സണലി ഒക്കെ അറിയാമെന്നുള്ള ആൾക്കാർക്ക് ഷീ ഈസ് എ വെരി ജെൻറ്റിൽ ഹ്യൂമൻ ബീയിങ്, വെരി ഫണ്ണി ആൻഡ് വെരി റിലാക്സ്ഡ്. അപ്പോൾ പക്ഷേ സിനിമയിൽ കാണുകയും അതിൻ്റെ ഇതിലുമൊക്കെ വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന സിനിമ കാനിൽ പോയിട്ട് ജയിച്ചു. ആൻഡ് വിച്ച് ഈസ് നമ്മുടെ ഇവിടുത്തെ ഫിലിം സ്കൂളിൽ ഏത് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ചോദിച്ചാലും കാനിൽ പോയി ഒരു ഫിലിം വിൻ ചെയ്യുന്നതാണ് എപ്പിട്ടോം കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് ഒന്നുമില്ലേ എന്നുവെച്ചാൽ ഓസ്കാർ പോലും അല്ല. കാരണം ഓസ്കാർ സ്റ്റിൽ ഹാസ് എ കമ്മിറ്റി ആൻഡ് സ്റ്റിൽ നീഡ്സ് മണി ഇൻ ടു ഫണ്ടിങ് ആൻഡ് ബ്രാൻഡിങ് ആൻഡ് ഓസ്കാറിന് വേറെ കുറേ ബാക്ക് സൈഡ് ഉണ്ട്. പക്ഷെ കാനിൽ അങ്ങനെ അല്ല. കാനിലൊരു ജൂറിയൊക്കെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ കാനിൽ ബെർലിനാലെ, വെനിസ് ഒക്കെ. അപ്പോൾ അവിടെ പോയി ജയിച്ചൊരു സിനിമയിലെ ഒരാളാണ്, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാർ തന്നെയാണ്. പക്ഷെ നമ്മൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിലെ ഒരു ക്ലിപ്പ് വെച്ചിട്ടാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. അതൊന്നും അങ്ങനെയൊന്നും അല്ല. അത് സ്ക്രിപ്റ്റൊക്കെ ഡിമാൻഡ് ചെയ്യുന്നതും ആർട്ടിസ്റ്റിൻ്റെ, അതൊരു ഫീമെയിൽ ഫിലിം മേക്കറൊക്കെ അല്ലേ. അപ്പം എല്ലാവരും സെൻസിറ്റീവ് ടു ദിസ് ഒക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ വ്യൂ പോയിൻറ്റ്സ് ഈ ഹോൾ മീഡിയ സിസ്റ്റത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയസിലുമൊക്കെ കുറേ കിടപ്പുണ്ട്. അപ്പം ഐ ആം സോ ഗ്ലാഡ് ദാറ്റ് ഷീ ഡിഡ് എ ട്രിക്കി ക്യാരക്ടർ ആൻഡ് ഇറ്റ് മൈറ്റ് നോട്ട് അപ്പീൽ ടു എ ഫ്യൂ പീപ്പിൾ ആൻഡ് ഇറ്റ് മൈറ്റ് അപ്പീൽ എ ലോട്ട് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇത് നമുക്ക് കുറേ പേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും കുറേ പേർക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്ത്. ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഉള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഭിനയം ഇഷ്ടപ്പെട്ട് കാണത്തില്ല. പക്ഷേ ക്യാൻ യു ഓൾസോ തിങ്ക് ഓഫ് യുവർ ബയസ്. നിങ്ങൾക്ക് ചില ആൾക്കാരെ ചില രീതിയിൽ മാത്രമാണ് കാണാൻ ഇഷ്ടം, ചില ആൾക്കാരെ വേറെ രീതിയിൽ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സാധനമുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കൊള്ളൂല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇത് പാളിപ്പോയതുകൊണ്ടല്ല എന്നുള്ളൊരു സാധനം തിങ്ക് ചെയ്യാൻ ഒരവസരം കിട്ടുകയാണ്. അത് തിങ്ക് ചെയ്താൽ നല്ലതാണ് എന്ന് മാത്രമുള്ളൂ. അതായത് ഇപ്പോൾ എല്ലാ സിനിമയിലും സൽമാൻ ഖാൻ കുറേ പേര് ഇടിച്ച് പരത്തിയിട്ട് സൽമാൻ ഖാൻ ചിലപ്പോൾ ഒരു സിനിമയിൽ ഒരു പാവപ്പെട്ട ഒരു ഭിക്ഷാടകനായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഭയങ്കര നല്ല അഭിനയമായിരിക്കും. പക്ഷേ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം അവർക്ക് സൽമാൻ ഖാൻ ഒരു ജില്ലയെ ഇടിച്ച് പറപ്പിക്കുന്നതല്ലേ അവർ കണ്ടിട്ടുള്ളൂ. അപ്പം അത് ഭയങ്കര ടഫാണ്. അത് ഈവൻ അങ്ങനത്തെ ഒരു ബയസിൻ്റെ സംഭവമുണ്ട്. അപ്പം നിങ്ങളുടെ ബയസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് ലൈഫ് സ്പാനിൽ നിങ്ങൾ ക്രേസി ഗുഡായി തുടങ്ങി. കാരണം
നമ്മുടെ ബ്രെയിൻ നമ്മൾ ട്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. നമ്മുടെ ബയസുകൾ നമുക്ക് കൊണ്ടാക്കിയേക്കുന്നത് തന്നെ സർവൈവലിന് വേണ്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തൊരു സാധനം കാണുമ്പോഴത്തേക്കും അത് കറുത്ത പാമ്പായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡേർട്ടി സാധനമായിരിക്കും, സ്റ്റേ അവേ ഫ്രം ഇറ്റാണ്. അപ്പോൾ റെഡ് കാണുമ്പോൾ ചോരയായിരിക്കും, ഡേഞ്ചറാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബയസ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. പക്ഷേ റെഡ് റോസാപ്പൂവ് ആണെന്നും കൂടെ നമ്മൾ ബ്രെയിനിനെ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കര സാധ്യതകൾ ഓപ്പൺ ആവും. കല എൻജോയ് ചെയ്യാനുള്ളതും മനുഷ്യരെ എൻജോയ് ചെയ്യാനുള്ളതും ഒക്കെ. ഇപ്പോൾ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളതുണ്ടല്ലോ, ഒരാളുടെ മെമ്മറി മറ്റൊരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് ശരിക്കും ഈ ഒരു സാധനം ആ വേൾഡ് ക്രിയേറ്റ് ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് അതിൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഭാവിയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി വന്നേക്കാമെന്ന് തോന്നുന്നുണ്ടോ? മൈസിൽ ഇതിൻ്റെ മറിന് ട്രാൻസ്ഫർ വെച്ചിട്ട് മെമ്മറി ട്രാൻസ്ഫർ ചെയ്യുന്നൊരു എക്സ്പെരിമെൻറ്റ് നടന്നിട്ട് 6 വർഷമായി. അതായത് ഒരു പാത്തിക്കൂടെ ഒരു മൈസ് ഓടി ഫുൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് അതിൻ്റെ മെമ്മറി എടുത്തിട്ട് വേറൊരു മൈസിൽ വെക്കുമ്പോൾ അതിങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പെൻസിലിൻ ടെസ്റ്റ് ചെയ്തത് മൈസിലാണ്. അപ്പം ചിലപ്പോൾ അത് സംഭവിക്കാവുന്നതേ ഉള്ളൂ എന്നുണ്ട്. പിന്നെ ഫിക്ഷൻ്റെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പം ഞാനിതല്ലാതെ കിരീടം വെക്കുന്നതായിട്ടൊക്കെ മെഡീവിയൽ ഏജിലൊക്കെ നോക്കി ഒരു മാജിക്കൽ കിരീടമുണ്ട്. ആ കിരീടം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരാളുടെ ഓർമ്മ അനുഭവിക്കാൻ പറ്റും. അപ്പോൾ രാജാവിൻ്റെ ഭാര്യ റാണിയുടെ ഒരു മെമ്മറി ലീക്കായി എന്നൊക്കെ പറഞ്ഞ് ഞാനല്ലാതെ ഒരു വെർഷനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ സൈഫൈ ഈസ് സംതിങ് ദറ്റ് ഐ റിയലി വോണ്ട് ടു എക്സ്പ്ലോർ സൈഫൈ. കാരണം ദ പോസിബിലിറ്റീസ് ആർ മെനി ആൻഡ് വേൾഡ് ബിൽഡിംഗ് ഈസ് എ റിയൽ ടഫ് തിങ്. സോ ലോക്കയിലൊക്കെ ആ വേൾഡ് ബിൽഡിംഗ് ആണ് എനിക്ക് ഭയങ്കര മാജിക്കലായിട്ട് തോന്നിയത്. കാരണം നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന പോലത്തെ ചെയ്യാത്തൊരു ലോകം ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സോ ക്രേസി ഗുഡാണ്. കോമ എന്നൊക്കെ പറഞ്ഞ സിനിമയുണ്ട്. കോമയിലൊക്കെ ആൾക്കാർ കോമയിൽ കിടക്കുമ്പോഴത്തേക്കും പോകുന്ന വേൾഡൊക്കെയാണ്. അപ്പം സോ ഗുഡ്. അപ്പം അത് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ആലോചിച്ച്. ഓക്കെ. ഇപ്പം കഴിഞ്ഞ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫെസ്റ്റിവൽസും OTTയും, ഇതിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ മൂവി വന്നു. അടുത്തതിന് എന്തായിരിക്കും പ്രശാന്തിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? സോ എനിക്ക് ആവാസവ്യൂഹം OTT പോയി ആൻഡ് വി മെയ്ഡ് മണി ഓൾസോ. പുരുഷപ്രേത OTT പോയി, വി മെയ്ഡ് മണി ഓൾസോ. പുരുഷപ്രേതത്തിന് ഒരു അവാർഡും കിട്ടിയില്ല എക്സെപ്റ്റ് ഫോർ ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ നെഗറ്റീവ് റോൾ OTTയിലും ജഗദീഷ് സാറിന് ഫിലിം ഫെയർ അവാർഡും കിട്ടിയതല്ലാതെ പുരുഷപ്രേതം IFFKയിൽ പോലും സെലക്ട് ആയിട്ടില്ല. സ്റ്റേറ്റ് അവാർഡ് പോലും കിട്ടിയിട്ടില്ല പുരുഷപ്രേതത്തിന്. അപ്പോൾ അതൊരു അവാർഡ് സിനിമ അല്ല എന്നാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. സംഘർഷകണ്ണ ഗോട്ട് ഇൻ ടു IFFK ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് വിൻ എനി ബെസ്റ്റ് ഫിലിം ക്രിട്ടിക് അവാർഡ് കിട്ടി. വേറൊരു അവാർഡും കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ അവാർഡ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ആർട്ട് സെല്ല് ചെയ്യാൻ നോക്കുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ എന്നെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ അതിൻ്റെ കച്ചവടം നല്ലതിൽ നടന്നു. അപ്പോൾ കച്ചവടം നടക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇത്. അപ്പോൾ കച്ചവടം നടക്കാൻ വേണ്ടി എപ്പോഴും വിറ്റ് പോകുന്ന സാധനം തന്നെ എടുത്തിട്ട് അതിനെ റീപെയിൻറ്റ് ചെയ്ത് വിൽക്കുന്നില്ല. പക്ഷേ അതുപോലത്തെ ഒരു പരിപാടി കാണിച്ച് വിറ്റുകൊണ്ടിരിക്കുന്ന തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ അടുത്തതും വിൽപ്പനയും അതിൻ്റെ അകത്ത്. പക്ഷേ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും കാഴ്ചയിൽ നമുക്ക് ഇഷ്ടപ്പെടണം, യൂസബിലിറ്റിയിൽ ഇഷ്ടപ്പെടണം, ലോഞ്ചിവിറ്റിയിൽ ഇഷ്ടപ്പെടണം, അതുമായിട്ടുള്ള ഇമോഷണൽ ബന്ധം വേണം ഒരു ഒബ്ജക്റ്റ് വാങ്ങിച്ചാലേ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ ചില സാധനങ്ങൾ കൊല്ലങ്ങളോളം ഷെൽഫിലിരിക്കുന്നത്. അങ്ങനെ അല്ലാത്ത സാധനങ്ങൾ കാഴ്ചയിൽ ഇഷ്ടപ്പെടും, പിന്നെ നമ്മളതങ്ങ് കളയും. അപ്പോൾ എനിക്ക് ആ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കാൻ ആണ് ഞാൻ ശ്രമിക്കുന്നത്. ചിലപ്പോൾ അത് ഷെൽഫിൽ തന്നെ ഇരിക്കും. എൻ്റെ വീട്ടിലെ ഷെൽഫിലല്ലേ, എല്ലാവരുടെയും മനസ്സിലെ ഷെൽഫിലല്ലേ. ബിക്കോസ് ഇഫ് യു ലുക്ക് അറ്റ് ആവാസയോ ലെറ്റർ ബോക്സ് കയറി നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുക. ആവാസയോ ഇറങ്ങിയിട്ട് 3 years ആയി. ആവാസയോ മീൻസ് ഇൻ ദ സിലബസ് ഓഫ് MG യൂണിവേഴ്സിറ്റി. മോസ്റ്റ് റിസർച്ച്ഡ് സിനിമ ഇൻ ദ ലാസ്റ്റ് 3 years 4 years ആവാസയോ ആണ്. അത് എത്ര PhD-കാരും എത്ര തീസിസ് ഉണ്ട് ആവാസയോത്തിന്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിവിറ്റി ആദ്യം സോണി ലിവിൽ വന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, അവാർഡ്സ് കിട്ടി, ആൻഡ് ദെൻ പീപ്പിൾ അല്ലാതെ ഡിസ്കവർ ചെയ്യുന്നു, ദെൻ അത് അക്കാഡമിക്സിലോട്ട് പോകുന്നു. അപ്പോൾ സ്റ്റിൽ ആഫ്റ്റർ 3 years ദാറ്റ് ഫിലിം ഈസ് റെലവൻറ്റ് ആൻഡ് വെൻ യു ലുക്ക് ബാക്ക് ആൻഡ് ഇറ്റ് ദ സെയിം തിങ് ഈസ് ഹാപ്പനിങ് വിത്ത് മൈ അതർ ഫിലിംസ് ആസ് വെൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു നല്ല പ്രിവിലേജാണ് എൻ്റെ സിനിമയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെയാണ് പ്ലേസ് ആയേക്കുന്നത്. അത് ഒരു മനുഷ്യ ലൈഫിൽ ഭയങ്കര റെയറായിട്ടുള്ളൊരു ഫിനോമിനനാണ്. നമുക്ക് വേണ്ട സാധനം നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ എത്തും എന്നുള്ളത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഇതുപോലെയാണ്. ഡയറക്ടേഴ്സ് ഫോർട്ട്നൈറ്റിൽ സിനിമ കാണിക്കുകയും വെനിസിൽ ഞാൻ കറങ്ങി നടക്കുകയും അറ്റ് ദ സെയിം ടൈം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഞാൻ എൻ്റെ പ്ലേസ്മെൻറ്റ് വൈസ് എനിക്ക് കിട്ടി. പക്ഷേ എവറിത്തിങ് ഈസ് ടെമ്പററി. എവറി ഫിലിം മേക്കർ, എവറി ആക്ടർ, എവറി പീസ് ഓഫ് ആർട്ട്
ഏട്ടൻ്റെ ഈ ഒരു സാധനം ടെമ്പററിയാണ്. ഐ വിൽ ബി റീപ്ലേസ്, ഐ വിൽ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ സൂൺ. അപ്പോൾ അതിന് മുമ്പ് മാക്സിമം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ഹ്യൂമൻ ബോഡി, എൻ്റെ ബോഡി ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ടൊവിനോ സിനിമയുടെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അതെ, ദേഴ്സ് എ ടൊവിനോ ദർശന ജഗദീഷ് സർ ഫിലിം ഇൻ പ്ലാൻസ് റൈറ്റ് നൗ. അപ്പം ടൊവി ആൻഡ് മീ വി ഗോ ലോങ് ബാക്ക്. മൈ ഫസ്റ്റ് ഫിലിം വാസ് സപ്പോസ് ടു ബി വിത്ത് ടൊവി 2013. ഓക്കെ. ടൊവി വഴിയാണ് ഞാൻ സഞ്ജുവിനെ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് സഞ്ജു എൻ്റെ 4 സംഘത്തിൽ നിൽക്കുന്നത്. അത് 2013-14 അപ്പം നമ്മൾ കൊളാബറേറ്റ് ചെയ്യാൻ അന്ന് ശ്രമിച്ച് നടന്നില്ല. നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കൊളാബറേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും യാത്രയാണ്. ടൊവിനോയുടെ യാത്ര ഭയങ്കര രസകരമാണ്. ഇതിപ്പം ഇതിൻ്റെ കയറും, അതിപ്പോൾ ധൈര്യമായിട്ട് പറയാനും പറ്റും. ഇതിൻ്റെ പ്രൊഡക്ഷനിലോട്ട് നമ്മൾ കയറുവാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇപ്പം മസ്തിഷ്ക മരണം ഓൾറെഡി ആളുകളിലേക്കൊക്കെ എത്തി, നന്നായിട്ട് തന്നെ പോകുന്നു. എൻ്റെ അത് കഴിഞ്ഞിട്ടുള്ളത് മസ്തിഷ്ക മരണത്തിൻ്റെ സെക്കൻഡും ഉണ്ടാവും. സെക്കൻഡിൻ്റെ പാച്ച് ഷൂട്ടുകൾ പതുക്കെ ജൂലൈയിൽ ഒരു പാച്ചൊക്കെ ഉണ്ട്, സെക്കൻഡ്. അപ്പം അതും ഇതേപോലത്തെ ഒരു ഏരിയ തന്നെയാണ് നിൽക്കുന്നത്. ഒരു മേജർ സ്റ്റാറും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ. അപ്പോൾ വീണ്ടും വെയിറ്റിംഗ് ആണ്. പിന്നെയും കുറച്ചും കൂടെ ഒരു ക്യൂരിയോസിറ്റി വന്നു തുടങ്ങി. ഓക്കെ. അപ്പം കുറേ സാധനങ്ങളിപ്പോൾ ലൈനപ്പിലുണ്ട്. എല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാം അടിപൊളിയാവട്ടെ. മസ്തിഷ്ക മരണം വീണ്ടും ഇനി കുറച്ചുകൂടെ കയറട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.